ഹായ് ഹലോ. ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന ഞാൻ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരും, എൻ്റെ തട്ടയുടെ പോയടീന്ന്, ഇത് സൗകര്യമല്ല ഇടാൻ. പിന്നെ മുടി ഈ ബേബി ഹെയർസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് മറ്റേ മുള്ളം പന്നീൻ്റെ മാതിരി നിൽക്കും മുടി. വല്ലാത്തൊരവസ്ഥ തന്നെ ഗൈസ്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഒരാളുടെ രോദനം കേൾപ്പിച്ചു തരാം. രോദനം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആളെ ഞാൻ കാണിച്ചു തരാം. ഹായ് ഹലോ. ഹലോ ഗൈസ്. അതെ, നിന്റെ കാമുകി ഉണ്ടല്ലോ, കാമുകി ആരാന്ന് ഞാൻ പറയണ്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നിന്റെ കാമുകിക്ക് റീച്ച് കിട്ടാത്തത് കൊണ്ട് വീഡിയോ നിർത്തുന്നു എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്. ആര് അവളാ? എന്നെ മോളെ റീച്ച് ഞാൻ ഉണ്ടാക്കി തരട്ടോ. ഒക്കെ ഇനി റീച്ച് ഉണ്ടാക്കി കൊടുക്കും, പാവുണ്ടാവും. ആറാട്ടണ്ണന്റെ വയ്യേക്ക് നടന്ന് ആറാട്ടണ്ണനും മറ്റേ വേറൊരു മൊയ്തുണ്ട്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, എന്നെ വേട്ടാവളിയ എന്ന് അഭിസംബോധന ചെയ്ത ഒരു 6ാം പിറന്ന നായിന്റെ മോനുണ്ട്. അതായത് 6ാം പിറന്ന നായിന്റെ പറയുമ്പോ നല്ല തന്തയ്ക്ക് ഉണ്ടാകാത്തൊരു വേട്ടാവളിയനായ മോന്ത. അതായത് ഓന്റെ മോന്ത കണ്ടാൽ തന്നെ വെള്ളം കുടിക്കൂല, അമ്മാരി മോന്ത ഓന്റെ. ഓനിട്ട വീഡിയോ ഇത് ഞാൻ കേൾപ്പിച്ചുതരാം. ഇപ്പൊ ഷെഫി നോക്കിക്കോ, പേര് പറയുന്നത് നോക്കിട്ടോ. സമൂഹത്തില് അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് എന്നുള്ള ഒരു ഇതില് ഒരു കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ഇപ്പം ഈ തെറി ബീവി എന്ന് പറഞ്ഞ തെറിത്താത്ത വെടിപ്പുര ബീവിനെയും കൊണ്ട് നടക്കുന്ന ആശാനാണ് ഈ വേട്ടാവടിയൻ. നല്ല തന്തയ്ക്ക് ജനിക്കാത്ത ഒരു അസല് ഡാഷ് മോൻ. അപ്പോ ഈ വേട്ടാവളി എന്ന് എനിക്ക് പേരിട്ട് ഇവന്റെ മോന്ത ഇവൻ കണ്ണാടിക്ക് നോക്കട്ടെ. പീഡന കേസിൽ മാത്രല്ല, ഇവന് ഫാമിലി കാര്യങ്ങളൊക്കെ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാം. ഈ അടുത്ത് കാർ എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പിന്നെ ഇവനെ പണ്ട് ഒരു കുണ്ടനടി പ്രശ്നത്തിൽ പിടിച്ചതാണ്. കുണ്ടനടിയാണ് ഇവന്റെ വീക്കൻസ്. ഇപ്പോഴാണ് ഇവൻ തെരുത്താത്തനെ വഴി നടക്കുന്നത്. അപ്പോൾ തെരുത്താത്തനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കപ്പോ നാസ്തികരായിട്ടുള്ള ചില നാറികളുടെ പിന്നാലെയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കണ്ണനെ പറയിപ്പിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള ജസ്ന എന്ന് പറയുന്ന ഒരു കൂതറ നിന്റെ തള്ള ഉണ്ടല്ലോ, നിന്നെ പൊറ്റു പോറ്റിയ തള്ള. ജനങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സഹോദരിയാണ് ഈ ഷെഫീന. അപ്പൊ ഈ ഷെഫീനായ നമ്മുടെ ജസ്നയുടെ, കാരണം ഇവൻ പറയുന്ന ഈ ഒരു യൂട്യൂബർ ഇവൻ പൊക്കി നടക്കുന്ന എന്താ വെച്ചാല് അവളെയും താങ്ങി നടക്കുക ഇവൻ. അവളെ എന്താ പറയാ, അവളെ താങ്ങി നടക്കുന്നൊരു വേട്ടാവളിയനാണ് ഈ പരനാറി. ഇവന്റെ കമന്റിൽ കണ്ടിട്ടുണ്ട് ഇവൻ തന്തയ്ക്ക് ജനിക്കാത്തതാന്ന് ഉള്ളൊരു കമന്റ്. ഇവൻ തന്തയ്ക്ക് ജനിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ അങ്ങനെ ആവണമെന്നില്ലല്ലോ ഗൈസ്. കാരണം ഇവൻ പല തന്തയ്ക്ക് ഉണ്ടായിട്ടുണ്ടായതായിരിക്കും, അതായിരിക്കും അവൻ്റെ മോന്ത വരെ അങ്ങനെ. അപ്പോൾ ഇവന് ഒരുവിധം പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ട്. അല്ല മോനെ, ഇനി അല്ല വേട്ടാവളിയ മൈര, എനിക്കിട്ട് താങ്ങി ഞാൻ തോന്നിയ ദിവസം പറഞ്ഞിട്ട് നീ പറഞ്ഞ തെരുത്താത്തി ഒന്നും പറയുന്ന നേടില്ലല്ലേ. അതിലേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൈസ്, ഈ തള്ളച്ചി തന്നെയാണ് തെറിത്താത്ത, നീ തള്ളച്ചി തന്നെ സമ്മതിക്കുന്ന വീഡിയോ അല്ലേ? വല്ലാത്തൊരവസ്ഥയല്ലേ അത്. ആ തള്ളച്ചി തന്നെ. ഈ ചെങ്ങായി പീഡന കേസിൽ ജയിലിലായ ചെങ്ങായിയാണ്. ഇവനാണ് നാടിനെയും നാട്ടുകാരെയും നന്നാക്കാൻ, പിന്നെ അത്യാവശ്യം യൂട്യൂബ് കൂടി അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? വെടിപ്പുര വിബി എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അത് മൂപ്പര് നോക്കുന്നില്ല. അപ്പൊ ഇവളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടും കുറെ നമ്മളെ കറുപ്പിച്ച് നമുക്കൊരു കുഴപ്പമില്ല, കുറെ ആൾക്കാർ പറയുന്നല്ലേ. പക്ഷെ ഇനിയിപ്പൊ വെളുപ്പിക്കാൻ കൊണ്ട് നടക്കുന്ന മുതൽ 1.5 മുതലാ മോനെ. അനക്ക് പറ്റിയത് എന്റെ മോന്തയ്ക്ക് പറ്റി. ഇനി മോന്ത വെച്ച് അങ്ങ് ആട്ടി കൊടുത്താൽ മതി കേട്ടോ. പരമായി മോനെ, ഞാൻ എന്റെ കണ്ണടയും വെച്ചിട്ട് ഒരു ടിവിന്റെ ഷോ മാതിരി അന്ന് കുത്തിട്ടിട്ട് അങ്ങ് ചരച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1000 സമ്മതിക്കാം. അങ്ങനെ തന്നെ ഷർട്ട് ഉണ്ട്, മറ്റേ സ്കെച്ച് ഇട്ട മാതിരി ഏതോ കുറെ പെയിന്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഉണക്കിയിട്ടിട്ട് ഇടുന്ന ഷർട്ട്, ഒരു മത്തങ്ങ മോന്ത പോലത്തെ ഒരു കണ്ണടയും വെച്ചിട്ട് ഓന്റെ കുണ്ടിയിലെ വാർത്താനോ ഇനി എന്ത് മയിരുണ്ടാക്കണ അങ്ങനെ തന്നെ ചോദിക്കാം. ഇനി നന്നാവണം. ആദ്യം കുണ്ടനടിച്ച് നടന്നിട്ട് വരെ പിടിച്ചല്ലോ എന്നെ, കുണ്ടനടിച്ച് വരെ നടന്നിട്ട് എന്നെ പിടിച്ചിക്കല്ലേ. പിന്നെ 5-6 പീഡന കേസ്. പിന്നെ വേറെ ഉണ്ട്, ഏതോ ഒരു പെണ്ണിനെ അവരുടെ നാട്ടിലുള്ള ഏതോ ഒരു പെണ്ണിന് എന്തോ അസഭ്യം പറഞ്ഞതോ തോന്നിയാസം പറഞ്ഞതോ അങ്ങനത്തെ ഒരു പ്രശ്നം. ഇനി എന്ത് വിചാരിച്ച് അതിന്റെ പേര് പറയാൻ പേടിച്ചിട്ടല്ല, ഇനി അതും പറഞ്ഞിട്ട് കേസ് കൊടുക്കണ്ട വിചാരിച്ചിട്ടാ. കേസ് കൊടുത്തപ്പം മറ്റേതാ അന്നപ്പേ നീ മറ്റുള്ളവരെ വേട്ടാവളിയാന്ന് വിളിക്കുമ്പോ സ്വന്തം മുഖം നോക്ക കണ്ണാടിയില്.
ഞാൻ വേട്ടാവളിയായിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചിലവിനായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ചിലവിനായിരുന്നു. ഓർക്ക് ഞാൻ മോനല്ലേ, എനിക്കത് മതി. പിന്നുണ്ടല്ലോ നീ എന്നെപ്പറ്റി പറഞ്ഞത്, നീ ആദ്യം നിൻ്റെ തള്ളേനെ നന്നാക്കിയിട്ട് എന്നെ നന്നാക്കാൻ വാ കേട്ടോ. നിൻ്റെ തള്ള പണ്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോയപ്പോഴാണ് നീ ഉണ്ടായത് എന്നുള്ളതും ചിന്തിക്കണം കേട്ടോ. അപ്പോൾ നിൻ്റെ ഇതിന്റെ മുകളിൽ മോൻ റിയാക്ഷൻ വീട് എത്തിയോണ്ട് കേട്ടോ. ഓനതാണ് അത്. അല്ല നിനക്കെങ്ങനെയാണ് ഈ തെറിബീബി നല്ല പിള്ളയായത്? ഇങ്ങനെയൊക്കെ താങ്ങാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നമ്മൾ നാളെയും കാണണ്ടേ? അല്ലാത്തൊരു കഷ്ടമുണ്ട് ചെങ്ങായിയോ. കുറച്ചെങ്കിലും ഉളുപ്പും മാനമൊക്കെ നിനക്കൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച്. നിനക്ക് ഒന്നുമില്ല, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നല്ലേ, ഒരു ഷർട്ടെങ്കിലും വാങ്ങിട്ടൂടെ ചെങ്ങായിയെ? എല്ലാത്തിലും ഒരു ഷർട്ട്. കഷ്ടണ്ടടാ. നിനക്ക് അത്രമേൽ ദാരിദ്ര്യമാണെങ്കിൽ പോയപ്പോൾ അതേ ഷർട്ട്. നിനക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിൽ പറ, ഞാൻ 2 ഷർട്ട് വാങ്ങിക്കൊടുത്തൂടാ. അപ്പോ പാവം ഉണ്ടാവും, ജീവിച്ചു പോകട്ടെ. നിന്റെ മക്കളൊക്കെ നിന്നെ ഉപേക്ഷിച്ച് എന്തൊക്കെയായിട്ട് നീ വരുന്നോ അതിനനുസരിച്ചുള്ള മറുപടി ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ സ്ഥലം നോക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ആ രീതിയിലാണ് ആ രീതിയിൽ, എനിക്കിപ്പോൾ ഏത് വേറെ രീതിയിലാണ് വേറെ രീതിയിൽ എന്തായാലും തെളിവുകളായിട്ട് എടാ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ അമ്മോ, എന്താ പിടിച്ചോനെ. നമ്മൾ അഹങ്കരിക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ അഹങ്കാരം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സാണ് എന്നുള്ളത്. നിന്നെയൊക്കെ ഇങ്ങനെ കേൾക്കാനിരിക്കുന്നത് അവരുടെ ഔദാര്യം കൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ നീ കിടന്ന് കുലുങ്ങുന്ന സമയത്ത്, മറ്റുള്ളവരെ കുലുക്കാൻ ശ്രമിക്കുന്ന സമയത്തും നീ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നീ ആദ്യം നല്ലതായിരുന്നോ? നിന്നെ പീഡനക്കേസിൽ ജയിലിൽ റിമാൻഡിലായൊരു ചെങ്ങായി ഇങ്ങനെ വന്നെങ്ങാനും ബളബള ചിലക്കുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാ നിന്നെ എങ്ങനെ നിന്റെ നിലവാരം അളക്കുക എന്നുള്ള കാര്യം കൂടി നീ ചിന്തിച്ചാൽ നന്ന്. അപ്പോൾ ഈ വേട്ടാവളയാന്ന് വിളിക്കുന്നത് നിനക്ക് നല്ല പറ്റിയ പേരാ. ആദ്യം എന്താണെന്നറിയോ, നീ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് വേട്ടാവള എന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ടും നിനക്ക് മതിയായിട്ടില്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കി എന്ന് പറയുന്ന തന്ത ഉണ്ടല്ലോ, അവന്റെ അടുത്ത് പോയിട്ടും വേട്ടാവളിയ എന്ന് പറയാം. എന്നിട്ടും മതിയായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിന്റെ തന്ത ആരാണെന്ന് നിന്റെ മമ്മീനോട് ചോദിച്ചോക്ക്. അപ്പൊ മമ്മി പറഞ്ഞു തരുമ്പം അവനോടും പോയിട്ട് പറയാം. ഇപ്പൊ മോനെ സന്തോഷായില്ലേ? ഒരു കമന്റ് വീഡിയോ ഇട്ടപ്പോ വെറുതെ ഒരു കാര്യം വേണ്ട, അച്ഛനെ അമ്മേനെ കേൾപ്പിച്ച് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. സ്വന്തം ഉണ്ടാക്കി തന്തേനെയും തള്ളേനെയും കേൾപ്പിക്കാണ്ട് ഞാനൊന്നും അങ്ങോട്ട് കയറി കേൾപ്പിച്ചില്ല, ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മോനൊരു കാര്യം ചെയ്യാം, സ്വന്തം വീട്ടിലുള്ളവരാ ആദ്യം വേട്ടാവളിയൻ ആരാന്ന് ചിന്തിച്ച് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ. നിനക്കൊക്കെ എന്നാ ഗ്ലാമറാണുള്ളതേ, അതും കൂടി ഒന്ന് പറ. നീയൊക്കെ എന്നാ ഗ്ലാമറും കൊണ്ടിട്ടാണ് കളിക്കുന്നത്? അപ്പോൾ നിന്റെ ഭാര്യയും മക്കളും നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്നെ ഇത്തിരിയെങ്കിലും കാണാൻ കൊള്ളാമെന്ന് പറയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കൂടെ എന്ന് പറയണ്ട, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും മക്കളും ഉണ്ട്. അപ്പം മനസ്സിലാവും എനിക്ക് ഈ കുടുംബത്തിലുള്ള നിലവാരം എന്താണ്. നിനക്ക് നിന്റെ മക്കളെയും നിന്റെ ഭാര്യനെയും ഒന്ന് കാണിക്കാനുള്ള പവർ പോലും ഇല്ലാത്ത നിന്നോട് എന്നാ പറയാനാ വെച്ചേ? അപ്പോൾ കൊച്ചാ എന്തിനാടാ കൊച്ചെ നീ ഇതൊക്കെ കേൾപ്പിച്ചത്? ഏതായാലും നിന്റെ തെറിത്താത്തയാണ് തെറിത്താത്ത എന്ന് നീയും അവളും സമ്മതിക്കുമ്പം എന്നാ പറയാനാന്നറിയോ? അപ്പൊ നിനക്ക് ഇന്നത്തേക്കുള്ളതായി എന്ന് വിചാരിക്കുന്നു. വേറെ റിയാക്ഷൻ വീഡിയോ ചെയ്തോ. പിന്നെ എന്റെ വേട്ടാവളിയാ, ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ പോലത്തെ ഒരാളെന്നൊക്കെ പറഞ്ഞാല് എനിക്ക് ദേഷ്യം പിടിച്ചാൽ എന്തും പറയും. ഒക്കെ വൺ ആൻഡ് ഓൺലി വൺ പീസാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആറ്റം വരെ ചെയ്തു. ബൈ. അപ്പോൾ ഇന്നേക്കുള്ള റിയാക്ഷൻ വീഡിയോ ആയല്ലോ, തംബ്ലൈന് കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ കണ്ണനെ പറയിപ്പിച്ചത് നിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ബൈ.